ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഒരു മിനി സ്ക്രാപ്പ് ബുക്കിൻ്റെ ബേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു സർപ്രൈസ് കേക്കിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ കുക്കിംഗ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് പോയി ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കട്ടിയുള്ള ചാർട്ടും അതുപോലെ തന്നെ ഹാർഡ് ബോർഡുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നമുക്ക് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു വശം 8 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ മറുവശം നമ്മൾ 7 സെൻറ്റിമീറ്ററിലുമാണ്. അതുപോലെ നടുക്കുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു വശം 8 സെൻറ്റിമീറ്ററും നടുക്കുള്ള ഭാഗം നമ്മൾ 2 സെൻറ്റിമീറ്ററുമാണ്. അപ്പം നടുക്കുള്ളത് നമുക്ക് എത്ര ഹൈറ്റിലാണ് സ്ക്രാപ്പ് ബുക്ക് വേണ്ടതെങ്കിൽ അത്രയും നമ്മൾ എടുക്കണം. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് കുറച്ചും കൂടെ കട്ടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 സെൻറ്റിമീറ്റർ നമുക്ക് എടുക്കാം. ചാർട്ട് കട്ട് ചെയ്തെടുക്കുമ്പം എല്ലാ വശത്തും 2 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു സൈഡ് 8 സെൻറ്റിമീറ്ററുള്ള ആ ഒരു സൈഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 2 സൈഡിലേക്കും 2 സെൻറ്റിമീറ്റർ വീതം കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 12 സെൻറ്റിമീറ്ററാണ് താഴ്ഭാഗം എടുത്തിട്ടുള്ളത്. എല്ലാ വശത്തേക്കും നമ്മൾ 2 സെൻറ്റിമീറ്ററാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കോർണറിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സൈഡും നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അളവൊന്ന് എടുക്കുക. എന്നിട്ട് ആ കറക്റ്റ് അളവിലാണ് നമ്മൾ ചാർട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് 8 സെൻറ്റിമീറ്റർ ആണുള്ളത്. അതുപോലെ തന്നെ ഈ ലെങ്തി ആയിട്ടുള്ള സൈഡിൽ നമുക്ക് 17 സെൻറ്റിമീറ്ററുമാണുള്ളത്. അപ്പോൾ കറക്റ്റ് അളവ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നാൽ നമുക്ക് സൈഡൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഉള്ളിലേക്ക് പേജസ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലിപ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ എടുത്തിട്ടുള്ളത് 4 സെൻറ്റിമീറ്ററിലാണ് വലിയ സ്ലിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് 4 സെൻറ്റിമീറ്റർ എടുക്കാനുള്ള കാരണം നമ്മൾ നടുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് 2 സെൻറ്റിമീറ്ററിലാണ്. അപ്പം ആ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഓരോ സെൻറ്റിമീറ്റർ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ സ്കോർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒട്ടിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ എടുക്കുക. എന്നിട്ട് 2 സൈഡിലേക്കും ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത് സ്കോർ ചെയ്തെടുക്കുക. രണ്ടെണ്ണം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പേജസും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം 3ാമത്തെ സ്ലിപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 7x6 സെൻറ്റിമീറ്ററിലാണ്. ഞാൻ ഇതിലെടുത്തിട്ടുള്ള സെൻറ്റിമീറ്റേഴ്സൊക്കെ ഇതിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് നോട്ടിലേക്കോ ഒക്കെ എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ചെറിയ സ്ക്രാപ്പ് ബുക്ക് ആയതുകൊണ്ട് തന്നെ 4 പേജ് മതി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നടുക്ക് ഇങ്ങനെ ബ്ലാങ്കായി കിടക്കുന്ന കണ്ടപ്പം ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് 2.5 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോ സെൻറ്റിമീറ്റർ 2 സൈഡിലേക്ക് സ്കോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേജസൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഉള്ളിലുള്ള വർക്ക്സൊക്കെ തുടങ്ങാം. അപ്പം നമുക്ക് ഉള്ളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ നമ്മൾ കട്ടിയുള്ള ചാർട്ടുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈനർ ഷീറ്റ്സ് അവൈലബിൾ ആണ്, അത് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എംബ്ലിഷ്മെൻറ്റ്സ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ എംബ്ലിഷ്മെൻറ്റ്സ്, സ്റ്റിക്കേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ഭംഗിയാക്കാം. എപ്പോഴും നമ്മൾ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ GSM കൂടിയ പേപ്പേഴ്സ് എടുക്കണം. നല്ല കട്ടിയുള്ള പേപ്പേഴ്സ് എടുത്താലേ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റെഡ് കളറിലുള്ളത് നമ്മൾ 6x5 കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മൾ എല്ലാ പേജിലേക്കും അങ്ങനത്തെ ആ ഒരു സൈസ് തന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലായിടത്തേക്കും കൊടുത്തിട്ടുള്ളത്. പ്രിൻറ്റഡ് ഷീറ്റ്സും നമ്മൾ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഡള്ളായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ റെഡ് ഇവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ബ്രൈറ്റ് ആയി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡള്ളായിട്ടുള്ള പ്രിൻറ്റഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പ്രിൻറ്റഡ് ഷീറ്റ് നമ്മൾ അളന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിച്ചി എടുത്ത് അതൊരു നീറ്റല്ലാത്ത രീതിയിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നീറ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭംഗി കിട്ടില്ല. അപ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്സാഗ് സിസേഴ്സൊക്കെ കിട്ടില്ലേ, അപ്പോൾ അതൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാലും നല്ല ഭംഗി ഉണ്ടാവും. സ്ക്രാപ്പ് ബുക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കത്രികകളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. പേജസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റാണ് നമ്മൾ പ്രിൻറ്റഡ് ഫോട്ടോ എടുത്തിട്ട് ഇതിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോ ഒട്ടിക്കുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ അധികം കവർ ചെയ്യേണ്ട ആവശ്യമില്ല, ഫില്ല് ചെയ്ത് കൊടുത്ത് കവർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അല്ലാത്ത ഏരിയയൊക്കെ നമ്മളൊന്ന് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രിൻറ്റഡ് ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡ് കാർഡ് സ്റ്റോക്കും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഈ 2 പീസ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ സാധാരണ A4 ഷീറ്റാണ്. അത് നമ്മൾ ഒന്ന് ചുരുട്ടിയെടുത്തതാണ്, കളറ് ചെയ്തിട്ട് ചുരുട്ടിയെടുത്തതാണ്. ഇത് നമുക്ക് ജൂട്ടിൻ്റെ ക്ലോത്ത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ജൂട്ടിൻ്റെ ക്ലോത്ത് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റിന് ആവശ്യമാണ്. അപ്പോൾ ഒരു പീസ് നമുക്ക് വാങ്ങിച്ച് വെച്ചാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ ടാഗ് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ടാഗ് ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ ടാഗ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ടാഗ് ഷീറ്റൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കിയെടുക്കാറാണ്. അപ്പോൾ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഈ റോസസൊക്കെ നമ്മൾ ടാഗ് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലീഫ് താഴെ നിൽക്കണം. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ പൊങ്ങിയിട്ട് വേണം ഫ്ലവർ നിൽക്കാനും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഓർഡർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് വാഷി ടാബ്സ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് പ്രിൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒട്ടിച്ച് കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്. പേപ്പർ പോലെയാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ഓവറായിട്ട് ഒട്ടിച്ചെടുക്കാതെ നമുക്ക് എവിടേക്കാണ് വേണ്ടതെങ്കിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചെടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മൾ അളന്നെടുത്തിട്ടുള്ളത് 7x6 കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് പ്രിൻറ്റഡ് ഷീറ്റാണ്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് 6x5 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡ് പോർഷനും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ടിൽ കുറച്ച് എംബ്ലിഷ്മെൻറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്ക്രാപ്പ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ക്രാപ്പ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് എങ്ങനെയാണോ നമുക്ക് ഓർഡർ തരുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മൾ ഒരു കളർ കോമ്പിനേഷന് തിരഞ്ഞെടുക്കുക. ഇപ്പം റെഡിൻ്റെ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ വരുന്ന കളേഴ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹാമ്പേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഒരേ കളേഴ്സിൽ, ഇപ്പോൾ ഒരു കളർ തീം സെലക്ട് ചെയ്തിട്ട് ആ ഒരു കളറിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ നോക്കുക. ഈ ഒരു സ്ക്രാപ്പ് ബുക്കിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് റെഡും റെഡിൻ്റെ ഷെയ്ഡുമാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടോ ചോദിക്കുക. താങ്ക് യു.